യുവറാണി, നിങ്ങൾ പരിചയപ്പെട്ട റോമിയോ ശത്രു കുടുംബത്തിലെ അംഗമാണോ? എന്നോട് ഇത്രയും പ്രണയത്തോടെ പെരുമാറിയവൻ നമ്മുടെ ശത്രു കുടുംബത്തിലെ അംഗമാണെന്നോ? നിന്റെ സൗന്ദര്യത്തിന് മുന്നിൽ ഇവിടെയുള്ള ദീപങ്ങൾ പോലും നിഷ്പ്രഭമായി പോവുകയാണ്. അങ്ങൊരു കവിയാണെന്ന് തോന്നുന്നു. അതേ ജൂലിയറ്റ്, നീ എന്ന ദേവാലയത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു ഭക്തനും കൂടിയാണ് ഞാൻ. എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ദേവൻ ആരാണ്? ഈ ദേവതയുടെ ഒരു ദാസൻ മാത്രമാണ് ഞാൻ. ആദ്യമായി കാണുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം എങ്ങനെ കിട്ടി? മനസ്സിലെ വികാരം തുറന്നു പറയുന്നത് അപരാധമെന്നാണോ? ഞാനിവിടെ തേടി വന്നത് വേറൊരാളെ, കണ്ടത് മറ്റൊരാളെയും. അതാണ് വിധി. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വയസ്സല്ല എന്റേത്. പ്രണയത്തിന് മനസ്സ് മാത്രം മതി. ജൂലിയറ്റ്, നിന്നെ നിന്റെ പിതാവ് വിളിക്കുന്നു. ഞാൻ പോയിക്കോട്ടെ. ശത്രു കുടുംബത്തിലുള്ളവനല്ലേ അവൻ? അവൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അവൻ ഇത്രയ്ക്ക് അഹങ്കാരമോ? മഹാരാജാവിന്റെ കൽപ്പന മറന്നുപോയോ? ഇപ്പൊ നീയൊന്നും ചെയ്യരുത്. നമുക്ക് അനുകൂലമായ ഒരവസരത്തിൽ നമുക്ക് ഈ കണക്ക് തീർക്കാം. നീ വാ വാ. യുവറാണി, നിങ്ങൾ പരിചയപ്പെട്ട റോമിയോ ശത്രു കുടുംബത്തിലെ അംഗമാണോ? എന്നോട് ഇത്രയും പ്രണയത്തോടെ പെരുമാറിയവൻ നമ്മുടെ ശത്രു കുടുംബത്തിലെ അംഗമാണെന്നോ? ചങ്ങാതിമാരെ, മറ്റൊരുവളെ കാണാനാണ് ഞാൻ ശത്രു കുടുംബത്തിലേക്ക് കയറി ചെന്നതെങ്കിലും ജൂലിയറ്റിനെ കണ്ടപ്പോൾ ആദ്യ നോട്ടത്തിൽ തന്നെ ഞങ്ങൾ അനുരാഗബന്ധരായി. വേണ്ട, അവൾ ശത്രുവിന്റെ കുടുംബത്തിൽപ്പെട്ടവളാണ് റോമിയോ. പ്രണയത്തിനതൊന്നും ഒരു വിഷയമേ അല്ല. അവിടെ ശത്രുതയ്ക്ക് സ്ഥാനമില്ല. ഇഷ്ടപ്പെട്ട സുന്ദരിയെ സ്വന്തമാക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ എന്റെ ചിന്ത. റോമിയോ, നീ എന്തിനാ ആ കുടുംബത്തിൽ പിറന്നത്? നിനക്ക് നിന്റെ ആ പേര് ഉപേക്ഷിച്ചൂടെ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്റെ പേരിന് പുറകിലുള്ള കുടുംബനാമം ഉപേക്ഷിക്കാം.
നിന്നെ എന്റേത് മാത്രമാക്കാൻ ഞാൻ എന്തും ചെയ്യും. എന്നെ നിനക്ക് ഇഷ്ടമുള്ള പേരിൽ വിളിക്കാം. ഈ നിമിഷം മുതൽ നിനക്കിഷ്ടമില്ലാത്ത ഒന്നും എനിക്കും വേണ്ട. ഈ അർദ്ധരാത്രിയിൽ നീ എന്തിനിവിടെ വന്നു? എന്റെ ബന്ധുക്കൾ ആരെങ്കിലും നിന്നെ കണ്ട ആ നിമിഷം തന്നെ നിന്നെ വെട്ടി തുണ്ടം തുണ്ടമാക്കി കളയും. നീ പോയിക്കോളൂ, വേഗം പോയിക്കോളൂ. അവരുടെ കത്തികളെക്കാളും മൂർച്ചയും അപകടവും നിന്റെ കണ്ണുകൾക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ വളരെ സുന്ദരമായി സംസാരിക്കുന്നു. ഞാൻ പറയുന്നത് സത്യമാണ് ജൂലിയറ്റ്. നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മരിക്കാനും സന്തോഷമേ ഉള്ളൂ. പ്രോപ്പർട്ടീസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കത്തി, കടാര എല്ലാം റെഡിയാ. അപ്പോ ഡ്യൂപ്ലിക്കേറ്റ് വിഷക്കുപ്പിയോ? അത് റെഡിയാണ്. ഇതാ. എങ്കിൽ വാ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ, നടക്കളിയാ. ഹലോ, കേക്കുന്നില്ലല്ലോ. റേഞ്ച് കിട്ടുന്നില്ല. കേക്കുന്നില്ലല്ലോ. നിനക്ക് എന്നെയും ഇഷ്ടമാണെന്നല്ലേ നീ പറഞ്ഞത്? ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതാരും കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേൾക്കേണ്ടവർ മാത്രമാണ് അത് കേട്ടിട്ടുള്ളത്. നമ്മുടെ മനസ്സുകൾ ഒന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റെന്താണുള്ളത്? റോമിയോ, നീ എന്നെ ശരിക്കും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? തെളിഞ്ഞു നിൽക്കുന്ന ആ പൂർണ്ണചന്ദ്രന്റെ പേരിൽ ഞാൻ സത്യം ചെയ്തത്. വേണ്ട. ചന്ദ്രൻ തന്റെ രൂപവും ഭാവവും സ്വഭാവവും എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ എന്റെ പ്രണയത്തിനൊരിക്കലും ഒരു മാറ്റവും സംഭവിക്കില്ല ജൂലിയറ്റ്.